എന്റെ വക പെരുന്നാൾ പീസ് കിട്ടുന്നുണ്ട് പറഞ്ഞു കേട്ട്. 2 കിട്ടിട്ടാ അനക്കോ? വേണോ? ഈദ് മുബാറക്. അങ്ങനെ എന്താ പള്ളി പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വിളി വന്ന് അങ്ങനെ എണീറ്റിരിക്കുകയാണ്. ബാക്കി എല്ലാവരും എവിടെ നോക്കണം. പ്രഭാത കർമ്മങ്ങളിലേക്ക് കിടക്കട്ടെ, പല്ലേക്കലും കൂടി. ഈദ് മുബാറക്. ഇതാണ് എൻ്റെ പെരുന്നാളിന്റെ ഡ്രസ്. ഒരു സാധനം കൂടി ഉണ്ട്, ഒറ്റൊരു സാധനം കൂടി ഉണ്ട്. നമുക്ക് ഓരൊക്കെ പോയി വെക്കാം, മുടി വാരാനുണ്ട്. നമ്മ പാത്തയോ എങ്ങനെയുണ്ട് റോഷൻ? ഇത് റോഷൻ അറിയില്ല? അറിയില്ല? ഇല്ല. നമ്മ പാത്തയോ. ഹലോ ഹലോ, എവിടെ? ഹായ് റോഷൻ. റോഷൻ അറിയില്ല? എന്ത്? അലൈക്കും സലാം. നമ്മ പാത്തിയോ നമ്മ പാത്തി. ഈദ് മുബാറക്. മുടി വാരിയിട്ട് ഞാൻ വരാം. കാരണം ഈ വീട്ടില് ഏറ്റവും ഗ്ലാമർ ഞാനതിനെക്കൊണ്ട് മുടി വാരിട്ട് വരാം. ഞാൻ മാത്രല്ല, ദേ നോക്കിയേ. ഇന്നമ്മ പാത്തിയ. അപ്പൊ എന്തായാലും പള്ളി പോണല്ലേ നമുക്ക്. പള്ളി പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ല്ലേ. പിന്നെ നമുക്ക് ഒരാളൊക്കെ കൊണ്ടുവരണം. പിന്നൊക്കെ നമുക്ക് ഇവരെല്ലാരും കൂടെ അല്ലേ അടിപൊളി ആക്കണം അല്ലേ. പള്ളി പോവല്ലേ, എല്ലാരും പള്ളി പോണ ടൈമാണ്. പള്ളി പോവല്ലേ. ഇനി ബാക്കി ഒരു സാധനം കൂടി സൈബക്ക് വരാനുണ്ട്, അതൊക്കെ വന്നിട്ട് കാണിച്ചു തരല്ലേ. അതന്നെ. അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ പള്ളിയിൽ നിന്ന് ഇറങ്ങാണ്. ഹലോ, ഈദ് മുബാറക്. എവിടെ പുയ്യാപ്പിള്ളൊക്കെ മറന്നോയാ? പിന്നെ എങ്ങനെ? എന്റെ പണി. ഓ അങ്ങനെയാണല്ലോ. എന്നാ വെച്ചേക്കടി, വെച്ചേക്ക്. ഞാൻ വിചാരിച്ച എന്തെങ്കിലും പെരുന്നാൾ പൈസ ഒക്കെ നിന്റെ കയ്യിൽ നിന്ന് കിട്ടും വിചാരിച്ച്. പെരുന്നാൾ പൈസ അല്ല തരാട്ടാ, അക്കൗണ്ടിൽ ഇട്ടത് ഞാൻ എടുത്തിട്ട് വരാം. ഓ ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഇന്നിപ്പോ ബാങ്ക് ഉണ്ടാവോന്ന് അറിയില്ല, ഇനി നാളത്തേക്ക് വെച്ചോ. താങ്ക് യു. ഇങ്ങനത്തെ വൈഫിനെ കിട്ടാൻ കൊടുത്തു വെച്ചിരിക്കണം. കൊടുത്തു വെച്ചിருக்கு ഉങ്ങള്. ആമാ, അതുதான் உங்களுக்கு നമ്മളെ പൂക്കികള് പൂക്കി അതാ. ഈദ് മുബാറക്. ഇതാ വേറെ ഐശോ ഫുള്ള് ഇന്ന് എല്ലാവർക്കും കണ്ണട ഉണ്ടല്ലോ. ഐശോ കണ്ണട ഉണ്ടല്ലോ എല്ലാവർക്കും. അല്ലാ സൂസ് സൈവനാണ് സൂസ്. അല്ലാ 2 പൂക്കികൾ. ഏതാ ഒന്നിച്ചെന്ന് ഓക്കെ. അപ്പൊ ഈദ് മുബാറക് കിട്ടോ ആയിച്ചോ. ഈദ് മുബാറക്. അപ്പൊ നാണ് ഇവിടുന്ന് കഴിച്ചിട്ടാ എനിക്ക് പോണോ. അവരുടെ അടുത്ത് പോണോ, അവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരെ കൂട്ടിട്ട് വരണോ. ഇപ്പൊ റാസി ഇവിടെ പോയിട്ടുണ്ട്, പള്ളിന്ന് വരട്ടെ. അങ്ങനെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാല്ലേ. പൂക്കി റാശി ഉണ്ട് ഇവിടെ, പൂക്കി സൈബ. നമ്മ പാത്തിയ നല്ല പുട്ട്, അതിലേക്ക് നല്ല ഇറച്ചിക്കറി പൊയ്ക്കും. അമ്മ വലിയൊരു കറിയിൽ എടുത്തുകൂടിയിരുന്നോ? അല്ല വലിയ മറ്റേ ഇതില് കുഴച്ചിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട്. ഓ ബീഫ് കറിയും പുട്ടും
എല്ലാ പെരുന്നാളിനുള്ളതാണ് തിന്നിട്ടാ എന്താ അറിയോ ഇത് സൈബനെ തിന്നോക്കെ എങ്ങനെ ടേസ്റ്റ് ഉണ്ട് നോക്ക് ചമയ്ക്കുമ്പോ എന്തെങ്കിലും ആയി പോണേ നമുക്ക് നമ്മൾ കഴിച്ചോക്ക് പക്ഷെ നല്ല കിഡില ഫുഡ് എങ്ങണ്ട് പൊളിയല്ലേ ഇപ്പന്റെ വക പെരുന്നാ പീസ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ട് എനിക്ക് 2 എണ്ണം കിട്ടിട്ടാ എല്ലാവർക്കും ഒരേപോലെ തന്നെ 2 എണ്ണം കിട്ടിട്ടാ അനക്കോ 2 എണ്ണം അത് വലിപ്പം അനുസരിച്ചിട്ട് ഇപ്പൊ ഒന്നും കൂടി തണ്ടേ ആ മതി ഒരേപോലെ നമുക്കുണ്ട് പൈസ കിട്ടി 200 400 റുപ്യ പെരുന്നാ പൈസ കിട്ടി എനിക്ക് യെസ് 200 ഇപ്പൊ നോട്ടിന്റെ അത് മനസ്സിലാവണില്ല ഈ 400 റുപ്യ പെരുന്നാ പൈസ അല്ലപ്പാ ഇപ്പ ഒരാളും കൂടി ഉണ്ട് സിംഗിക്ക് കൊടുക്കണല്ലോ ഇത് സിംഗിക്കും അപ്പൊ സിംഗിക്കും ഒപ്പം 2 400 റുപ്യ സിംഗിക്കും കിട്ടിയിരിക്കുകയാണ് ഞാൻ 1 അല്ലല്ലോ 2 അല്ലപ്പോ അതെവിടെ പോവില്ല എന്താണ് പിന്നെ കൊടുക്കാതെ ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയട്ടെ അങ്ങനെ പെരുന്നാൾ പൈസ ഒക്കെ തന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ മുകളിൽ പോയിട്ട് ഞാൻ റാഷി ഒക്കെ മുകളിൽ നിങ്ങൾ കണ്ടിട്ടോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഈദ് മുബാറക്ക് പറയുന്നത് അപ്പം ആ ഒരു സ്റ്റോറി ഇട്ട് ആ ഒരു ഷൂട്ട് എടുക്കുന്നത് അത് കഴിഞ്ഞ് സ്റ്റോറി ഇട്ട് അപ്പത്തിന് ഇപ്പൊക്കെ ചെറുതായിട്ട് പെയിനുകൾ തളർച്ച ഉണ്ടായിരുന്നു പെയിൻ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അത് പെയിന് കുറച്ചുകൂടി കൂടി നമ്മൾ ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പോൾ വേണ്ട പറഞ്ഞ് പിന്നെ വല്യമ്മന്റെ ഖബർസ്ഥാനിലേക്ക് പോകും വല്യമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉപ്പന്റെ ഉമ്മ അതെ ഉപ്പന്റെ ഉമ്മാണ് മരിച്ചത് മരിച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസം ആവാനായില്ല ആയി അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുപോയതായിരുന്നു ഇപ്പോ ഇവിടെ നമ്മൾ അവിടുന്ന് ഒരു റെഡ് ക്രസന്റിൽ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ മിംസിലേക്ക് കൊണ്ടുവന്ന് അവിടെ ആംബുലൻസിൽ അതായത് ICU ആംബുലൻസിൽ പെട്ടെന്ന് തന്നെ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റും ചെയ്യണം അപ്പൊ അതിന്റെ സർജറിക്ക് വേണ്ടിയിട്ട് നേരെ മിംസിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ഇപ്പൊ നമ്മളിതാ ഇവിടെ ഉള്ളത് കോഴിക്കോടിലെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് അപ്പോൾ ഇപ്പം നമ്മളിപ്പോ ഈ വീഡിയോ ഇതാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പന്റെ റൂമിലേക്ക് മാറ്റി ഇപ്പോൾ ആള് ഓക്കെ ആയിട്ടുണ്ട് ഞാൻ കാണിച്ചതാ ഇവിടെ തന്നെയാണ് കേട്ടോ അപ്പൊ ഓക്കെ അല്ലേ അപ്പൊ ഓക്കെ ആണ് ഓൾറെഡി ഓക്കെ ആയപ്പോഴാണ് നമുക്കൊക്കെ ഒരു ഓക്കെ ആയത് ഇല്ലമ്മ ഇമ്മ നിസ്കരിച്ച് കഴിഞ്ഞില്ലേ അപ്പൊ നമ്മളും ഓക്കെ ആയത് നമ്മളും ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് സത്യത്തിൽ ഉണ്ടായിട്ടില്ല ഇതുവരായിട്ടും ലൈഫിൽ ആദ്യത്തെ ഫസ്റ്റ് പക്ഷെ നമ്മളെ മുന്നിൽ അറ്റാക്ക് വരുന്നതല്ലേ ആദ്യമായിട്ടാണ് അറ്റാക്ക് വരുന്നത് അതെ അതായത് ഇപ്പൊ പെയിൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് പെയിന് കല്ലിന്റെ പെയിന് വന്നപ്പോഴും നല്ല പെയിൻ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഗ്യാസിന്റെ പെയിന് വന്നിട്ടും വേദന ഉണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ ഇങ്ങനെ നമുക്കറിയില്ല അറ്റാക്ക് എങ്ങനെയാന്നല്ല പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞ അറ്റാക്കാന്ന് പറഞ്ഞു അപ്പൊ തന്നെ നമ്മള് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത് എന്തായാലും നിങ്ങളെ എല്ലാരും ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചോദിച്ചത് ഉപ്പന്റെ ഉമ്മയാണ് ഇതായത് അപ്പൊ അതിന്റെ ഒക്കെ ഒരു സങ്കടവും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്ക് അപ്പൊ അതിന്റെ ഒരു ഇതിൽ ഇതായതാണ് അപ്പൊ എല്ലാ ആൾക്കാരും ഒന്ന് എന്റെ ഉപ്പക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം അല്ലപ്പാ അപ്പൊ എല്ലാരും പ്രാർത്ഥനയിലും ഇപ്പനെ ഇൻക്ലൂഡ് ചെയ്യാം എല്ലാവരും ഇപ്പനെയും വല്യമ്മക്കും വേണ്ടിയിട്ട് അതന്നെ വല്യമ്മ രസമുണ്ട അതെ ചില വീഡിയോയില് ഞാനിങ്ങനെ വല്യമ്മനെ എന്താ പറയാ ഓടിച്ചിട്ട് പിടിച്ചിട്ട് കൊണ്ടുവരിക അതുള്ള മൈലി ഇങ്ങനെ ഒളിപ്പിച്ചിട്ടൊക്കെ അല്ല നമ്മള് വല്യമ്മന്റെ ഇഷ്ടമില്ല പക്ഷെ നല്ല രസമാണ് ആള് നല്ല വർത്താനും കോമഡി ഒക്കെ ആണ് അല്ലെ ദിവസം തന്നെ അല്ലേ കറക്റ്റ് ഇപ്പൊ ഈദിന്റെ ഡേ അല്ലേ അതെ പള്ളിയിൽ പോയി വന്നിട്ടാട്ടെ പള്ളിയിൽ പോയി വന്ന് അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴാണ് വല്യമ്മന്റെ കബറും പുറത്ത് പോകാൻ വേണ്ടി നമ്മൾ നിൽക്കുമ്പോഴാണ് ഉണ്ടായത് അപ്പൊ പിന്നെ നിങ്ങളെ കൂടി ഒന്ന് എന്താ പറയാ അറിയിച്ചേക്ക് അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വല്യമ്മ ഏത് വല്യമ്മ എന്നൊക്കെ ഉള്ളത് അപ്പൊ നമുക്ക് നമ്മളെ മംഗലത്തമ്മനും കാണിക്കാറുണ്ട്
പിന്നെ വല്യമ്മനെ ഞാൻ 1-2 വീഡിയോയിലൊക്കെ ചെറുതായിട്ട് കാണിച്ചിട്ടുണ്ട്. കുറച്ച് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള ഞാൻ നിങ്ങൾക്കൊരു ഇതിൽ പിക്ചർ ഇട്ടുതരാം. ആ പിക്ചറിൽ നിങ്ങൾ അവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ഉണ്ട് 100% തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു അതായത് അത് റെഡി ആയത് അത് കറക്റ്റ് ടൈമിന്. അത് മാത്രമല്ല, നോർമലി പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഇവളടുത്തേക്കൊക്കെ പോകും, അല്ലെങ്കിൽ കുടുംബക്കാരെ വീട്ടിൽ കയറി പോകും. പക്ഷെ അങ്ങനൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് എനിക്ക് അവിടെ തന്നെ ഉണ്ടാവാൻ സാധിച്ചതിനെ കൊണ്ട് എനിക്ക് ഞാനൊരു പ്രാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പഠിച്ചോ സഹായിച്ചിട്ട് എല്ലാം അടിപൊളിയായി. ഉണ്ടാവില്ല. അതെ, ഇതില് വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതിന് അതും കൂടി ഒരു കാരണമുണ്ട്. കാരണം നമുക്കിതൊരു, എന്റെ ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വെച്ച് നോക്കുമ്പോ എന്താ പറയാ, ഒരു സിഗരറ്റ് വലിയോ കള്ളുകൂടിയോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എന്താ പറയാ, കൊളസ്ട്രോളിന്റെ ഒരു ഇതുണ്ട് ഇതിലമ്മ. അപ്പം ഏതൊരാൾക്കും നമ്മുടെ വീട്ടിലിപ്പം നല്ല അടിപൊളിയായിട്ട് നിന്ന് രാവിലെ നമുക്ക് പെരുന്നാൾ പൈസ, ഇവൾക്ക് വരെ പെരുന്നാൾ പൈസ വരെ ഇപ്പൊ തന്ന് ആ സമയം അത് കഴിഞ്ഞൊരു സെക്കൻഡിലാണ് മാറുന്നത്. അപ്പൊ നമുക്ക് അത് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായത്. അതായത് മേജർ അറ്റാക്കാണ് വന്നത്. അപ്പൊ ഇത് ആരെ ഫാമിലിയിലും സംഭവിക്കാം, ആർക്കും സംഭവിക്കാം, നമുക്ക് ആർക്കും പറ്റാവുന്നതാണ്. ഡോക്ടർ വരെ സഡനായിട്ട് നമുക്കിത് എന്തും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് ഇതിനുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ എടുക്കുക. അതായത് ഫുഡുകൾ നമ്മൾ കുറച്ച്, ഞാനൊന്നും ഫുഡ് കൺട്രോൾ ചെയ്യാത്ത ആളാണ്. കുറച്ച് ഫുഡൊക്കെ നമ്മൾ സൂക്ഷിച്ച് കഴിക്കുക. കൺട്രോൾ ഉണ്ട് എങ്കിൽ പോലും നമുക്ക് പറയാം. പിന്നെ വിഷമത്തിന്റെ കാര്യം കേട്ടോ, ടെൻഷന് അടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മള് കുറച്ചൊക്കെ കൂളാവുക അല്ലെ. അധികം ലൈഫിൽ ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാൻ ശ്രമിക്കുക. ഓർത്തേക്ക് അതെന്തോ ഈ ആരോ കുത്തി പറഞ്ഞതാണല്ലോ, കുത്തി പറഞ്ഞതല്ലേ. ഓക്കെ, ടെൻഷൻ ചെറിയൊരു കയ്യിന്റെ വേദന വന്ന ടെൻഷനാ. അതിന്റെ പുറമെ വലിയമാരുടേത് വലിയൊരു ടെൻഷൻ. ഒബ്വിയസ്ലി ഉണ്ടാവും. അപ്പം എന്തായാലും നിങ്ങളും ശ്രദ്ധിക്കാം. മെഡിക്കൽ ചെക്കപ്പ് അത് ഞാൻ പറഞ്ഞത് റെഗുലറായിട്ട് ഒരു 6 മാസം കൂടുമ്പോഴോ ഒരു 3 മാസം കൂടുമ്പോഴോ ചെക്കപ്പ് ചെയ്യുക. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മള് അവരെ നിർബന്ധിച്ച് കൊണ്ടുപോവാ. അതെ, ഇപ്പത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ വേദനകൾ വന്നാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. ചില ടൈമിൽ വയ്യായി ഒക്കെ വന്നാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഇപ്പൊ റെഡിയാണ് എല്ലാം ചെക്കപ്പ് ചെയ്യാൻ അല്ലെ. ഇപ്പൊ അറിയില്ല, കിഡ്നിന്റെ ഒക്കെ ചെക്ക് ചെയ്യാന് ശരിയല്ല. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കപ്പ് ചെയ്യണല്ലോ എല്ലാരും. കറക്റ്റ് ചെക്കപ്പ് ചെയ്യണം. ഫുഡുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു ചെറിയ എക്സസൈസ് എല്ലാവരും കുറച്ച് ഏജ്ഡ് ഒരു ഇല്ല നമ്മുടെ ഒപ്പന്മാരും ഇവരെ കാണുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചെക്കപ്പ് എന്തായാലും കൊണ്ടുപോയി നമ്മൾ ചെയ്തേക്കാം. പിന്നെ എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യുക. അതന്നെ. അപ്പൊ അങ്ങനത്തെ, കാരണം ഇപ്പൊ 100% ബ്ലോക്ക് വരില്ലേന്ന്. ഇത് 60% കഴിയുമ്പോഴാണ് നമുക്ക് അത് ഇതിൽ കാണിക്കുക. അതായത് ഓരോ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കും. വേർക്കലായിക്കോട്ടെ, തളർച്ച ആയിക്കോട്ടെ ഉണ്ടായിരുന്നല്ലേ. എത്രയോ ആയി പറഞ്ഞു കാണിക്കണം. അപ്പൊ ഈ നോമ്പിൽ തന്നെ നോമ്പ് ഒഴിവാക്കാനൊക്കെ പറഞ്ഞു, ക്ഷീണം കണ്ടിട്ട്. പക്ഷെ നോമ്പൊക്കെ നോറ്റിരുന്നത് വെയിലിന്റെ തോട്ടത്തെ ഇരിക്കുള്ള. അതുപോലെ തന്നെ ഇപ്പൊ ഉറക്കക്കുറവും ഉണ്ടായിരുന്നു. അതൊക്കെ കൂടിയാണ് ഇത് വരാൻ കാരണം. അപ്പൊ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ടെൻഷനൊന്നും അധികം അടിക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണുന്നത്. അപ്പൊ എന്തായാലും അടുത്തതിൽ കാണാം. ബൈ അല്ലേ, ബൈ.